ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? മഴയൊക്കെ അല്ലേ, നാട്ടിൽ നല്ല മഴയാണ് കേട്ടോ. പിന്നെ വീടിൻ്റെ കാര്യം ഒത്തിരി പേര് നമ്മളോട് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഞങ്ങളിതപ്പോൾ ഇവിടെ ബാങ്കിലേക്ക് വന്നിക്കണം കേട്ടോ. അപ്പോൾ അവിടുന്ന് മാനേജർ പറയുന്ന കാര്യങ്ങളും എല്ലാതും ഞാൻ ഷെയർ ചെയ്ത് തരാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ വീടിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് വളരെ വിഷമകരമായൊരു വീഡിയോ എന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥർ വീട് വന്ന് അളക്കണ ഒരു വീഡിയോ, ജപ്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒത്തിരി പേര് നമുക്ക് നല്ല കമൻറ്റും സഹായം ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു. ഗൂഗിൾ പേ നമ്പറും ഒക്കെ വെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് നമ്മളെ കൂടെ നിന്ന് വേണ്ട സപ്പോർട്ട് ചെയ്യാമെന്നും സഹായങ്ങൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് നന്ദി പറയുന്നു കേട്ടോ. നിങ്ങളെ ഈ വലിയ സ്നേഹത്തിന്, നല്ല മനസ്സുള്ളവർക്കെല്ലാം അങ്ങനെ ചിന്തിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു കേട്ടോ. പക്ഷെ ഞാൻ ആ സഹായത്തിന് വേണ്ടിയിട്ടല്ല, നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഇട്ടത്. ഒരിക്കലും പൈസ ആയിട്ടുള്ള സഹായമൊന്നും വേണ്ട, നിങ്ങളെ പ്രാർത്ഥനയും സപ്പോർട്ടും മാത്രം മതി. ജീവിതത്തിൽ വന്നത് എന്തെങ്കിലും നേരിടാൻ ഞങ്ങൾക്ക് സാധിക്കണം, പറ്റണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും മാത്രം മതി. മുന്നോട്ട് നമുക്കത് മാത്രമാണ് കേട്ടോ വേണ്ടത്. എനിക്കും നിങ്ങൾക്കും സ്നേഹം ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറം വേറെ ഒന്നും വേണ്ട, അത് മാത്രം മതി ഈ മക്കൾക്കും ഈ കുടുംബത്തിനും. വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ വല്യപ്പാക്ക് 2 ആൺമക്കളുണ്ട്. അപ്പോൾ അവരാണ് തീരുമാനിക്കുന്നത് എന്താ ചെയ്യേണ്ടതെന്ന്. പുറത്തേക്ക് വിൽക്കാൻ നോക്കണോ അതോ ആരെങ്കിലും എടുക്കണുണ്ടോ ഒന്നും കറക്റ്റായിട്ട് ഇതുവരെയും ഒരു ചിന്ത ആയിട്ടില്ല, ഒരു തീരുമാനം ആയിട്ടില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ എന്തെങ്കിലും തീരുമാനം ആയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പറയുന്നതാണ്. അപ്പോൾ ബാങ്കിൽ നിന്ന് അവർ പറഞ്ഞത് എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കാനൊക്കെ തന്നെയാണ് അവർ മാനേജർ പറഞ്ഞു തരുന്നത് കേട്ടോ. പിന്നെ നമ്മളെ ബാങ്കിൽ നിന്ന് ഇങ്ങനെ ഈ താമസിക്കുന്ന സ്ഥലം ജപ്തിയായി പോകുമോ, അതോ വീട്ടിലുള്ളവരനെ നമ്മളിപ്പോൾ തിങ്ങിപ്പാർക്കണ കുടുംബമാതിരി തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലിട്ടാ. ചെറിയ മക്കളും പിന്നെ വയസ്സായ അമ്മയിപ്പൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഇറക്കി വിടുമോ അങ്ങനെ നമുക്കറിയില്ല, കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. തിങ്ങിപ്പാർക്കണ കുടുംബത്തിൽ നിന്ന് ജപ്തി ചെയ്ത് ഇറക്കി വിടുമോ, അതോ ലേലത്തിൽ വെക്കണവരെ അവർ കാലതാമസം തരുമോ താമസിക്കാനെന്നൊക്കെ. ഇപ്പം തന്നെ ഞങ്ങൾ വാടകക്ക് അതിൻ്റെ ടെൻഷനാട്ടോ. വാടക കൊടുക്കാൻ എന്ത് കാട്ടുമെന്നുള്ളൊരു അങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡാണ് കേട്ടോ ഇപ്പോൾ വീട്ടിലുള്ളവർക്ക്. അങ്ങനത്തെ ഒക്കെ ഓരോ ചിന്ത ഇപ്പോൾ പോയത്. എന്താ പറയുക, എങ്ങനെ നമുക്ക് എടുക്കാനുള്ളത് നമുക്ക് എന്തായാലും ഇല്ല. അപ്പം ഇനിയിപ്പോൾ അവർ തീരുമാനിക്കട്ടെ. എന്താണ്, ഇവർക്ക് വേറെ മക്കളുണ്ട്, അപ്പോൾ അവർ തീരുമാനിക്കട്ടെ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം ഇൻഷാ അല്ലാഹ്. ഒരു ചെറിയ പെര വെക്കാൻ ഉള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. അതിന് ഇൻഷാ അല്ലാഹ് നമ്മൾ എഴുതി കൊടുക്കുന്നുണ്ട്, ലൈഫ് മിഷനൊക്കെ എഴുതി കൊടുക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു, പാസ്സായി എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. പിന്നെ അതിൻ്റെ പറ്റിയൊരു അഡ്രസ്സും ഇല്ല. ഇനിയിപ്പോൾ വീണ്ടും എഴുതി കൊടുക്കണം എന്നുള്ള ഇതിൽ നിൽക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ വരണ്ടേ. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുവരേക്കും അസ്സലാമു അലൈക്കും ഇൻഷാ അല്ലാഹ്.